ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലെന്നറിയപ്പെടുന്ന ഖാർഗ് ദ്വീപിൽ അമേരിക്കൻ സൈന്യം കനത്ത നാശം വിതച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വേണ്ടിവന്നാൽ ഖാർഗിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി തച്ചുടയ്ക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യപ്പെടുന്നത് ഖാർഗിലാണ്. മധ്യപൂർവ്വദേശത്ത് ഇന്ന് വരെ നടത്തിയിട്ടുള്ളതിൽ അതിശക്തമായ ബോംബാക്രമണം US സെൻട്രൽ കമാൻഡ് നടത്തി. ഇറാന്റെ ഖാർഗിലുള്ള എല്ലാ സൈനിക കേന്ദ്രങ്ങളും നശിപ്പിച്ചുവെന്നാണ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം തടസ്സപ്പെടുത്തിയാൽ ഖാർഗിലെ എണ്ണപ്പാടങ്ങളെയും ലക്ഷ്യമിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകളുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന് ഇറാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിലങ്ങുതടിയായാൽ താൻ ഉടൻ തന്നെ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ തീരത്തുനിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഖാർഗ് ദശാബ്ദങ്ങളായി ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ടെർമിനലായി പ്രവർത്തിച്ചുവരുന്ന കേന്ദ്രമാണ്. ഇറാന്റെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 85 മുതൽ 95% വരെ ഖാർഗ് ദ്വീപിലെ ടെർമിനലുകൾ വഴിയാണ് നടക്കുന്നത്. പ്രതിദിനം ഏകദേശം 70 ലക്ഷം ബാരൽ വരെ എണ്ണ ലോഡ് ചെയ്യാൻ ശേഷിയുള്ള ഈ സൗകര്യം 1960കളിലാണ് വികസിപ്പിച്ചെടുത്തത്. ഖാർഗ് ദ്വീപ് ആക്രമിക്കപ്പെട്ടതോടെ ഇറാന്റെയും ലോകത്തിന്റെ സാമ്പത്തിക ഊർജ്ജ മേഖലയിലേക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഖാർഗ് ദ്വീപ് ആക്രമിച്ചതിലൂടെ തിരിച്ചടി കനക്കുമെന്ന് പറയപ്പെടുന്ന ട്രംപ് പ്രകോപിതരായ ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണക്കിണറുകൾക്ക് നേരെ തിരിച്ചടിച്ചേക്കാമെന്ന് ഭയപ്പെടുന്നുമുണ്ട്. ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. ഇതിലൂടെ ചൈനയും തിരിയും. ചൈനയുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെയും ഇത് ഉലയ്ക്കും. യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ പ്രവർത്തന മേഖലകൾ വിഭജിച്ചിട്ടുണ്ട്. ഇസ്രയേൽ പോർ വിമാനങ്ങൾ ഇറാന്റെ പടിഞ്ഞാറൻ മധ്യഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഖാർഗ് ദ്വീപ് ഉൾപ്പെടുന്ന തെക്കൻ മേഖലയുടെയും സമുദ്ര അതിർത്തിയുടെയും ചുമതല അമേരിക്കൻ സേനയ്ക്കാണ്. ദ്വീപിനെ ആക്രമിച്ചതിലൂടെ അമേരിക്ക കണക്കുകൂട്ടുന്നത് ഇറാന്റെ ശ്രദ്ധ തിരിയുമെന്നാണ്. പ്രധാനമായ കേന്ദ്രം സംരക്ഷിക്കുന്നതിലേക്ക് മാറുമെന്ന കണക്കുകൂട്ടലാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇറാന്റെ പ്രതിരോധം ദുർബലമാകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ആണവ വസ്തുക്കൾ സുരക്ഷിതമാക്കുന്നതിനോ അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നതിനോ വേണ്ടിയുള്ള പ്രത്യേക സൈനിക നീക്കങ്ങളും US ആലോചിക്കുന്നുണ്ട്. നിലവിൽ ദക്ഷിണേഷ്യയിലേക്കുള്ള എണ്ണ വിതരണം താറുമാറായിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ ഇതിന്റെ പ്രത്യാഘാതം നേരിടുന്നുമുണ്ട്. ഖാർഗ് ദ്വീപിനെതിരായ ആക്രമണം ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക ഉടലെടുക്കുന്നത്. തൽക്കാലം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. എന്നാൽ യുദ്ധം റഷ്യൻ ക്രൂഡിനുള്ള ആവശ്യകത വർദ്ധിപ്പിച്ചേക്കാം. ഇത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US-ന്റെയും യൂറോപ്പിന്റെയും ശ്രമങ്ങളെ പരാജയപ്പെടുത്തും. ഈ വസ്തുതയും വിസ്മരിക്കാനും സാധിക്കില്ല. അതേസമയം ദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കരുതേ എന്ന് താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും എന്നാൽ ഹോർമുസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഇറാന്റെ ഭാഗത്ത് നിന്ന് മറ്റാരുടെയെങ്കിലും ഭാഗത്ത് നിന്നോ ഉണ്ടായാൽ ആ തീരുമാനം വേണ്ടെന്ന് വെക്കാൻ താൻ മടിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള ബന്ധം വഷളായി തുടരുമ്പോഴും US-ഉം ഇസ്രയേലും ഖാർഗിലേക്ക് കൈകടത്താൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഖാർഗ് തകർക്കുകയാണ് ഈ യുദ്ധത്തിലെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരൊരാൾ വെളിപ്പെടുത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ബുഷർ പ്രവിശ്യയിൽ 30 കിലോമീറ്ററിലായാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മാൻഹട്ടന്റെ 1/3 വരുന്ന പ്രദേശത്തുണ്ടാക്കുന്ന ഏതൊരു നീക്കവും അതീവ ഗുരുതരമായ പ്രത്യാഘാതമാകും സൃഷ്ടിക്കുക എന്നതിൽ തർക്കമില്ലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. കാർഗിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയെ കാര്യമായി ബാധിക്കുമെന്നും ഇത് ഹോർമുസിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നുമാണ് JP മോർഗൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസിലെ എണ്ണക്കപ്പലുകൾക്ക് US സൈന്യം അകമ്പടി പോകുമെന്നും വ്യാപാരം പഴയതുപോലെയാക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. പ്രതിസന്ധി രൂക്ഷമായതോടെ അമേരിക്കയിലും ഗ്യാസിന്റെ വില കുതിച്ചുയരുകയാണ്. അതിനിടെ ഇറാന്റെ സാമ്പത്തിക നിലയെ തകർക്കും വിധത്തിലുള്ള നീക്കമാണ് ഖാർഗ് ദ്വീപിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ US മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്തിയാൽ ഖാർഗിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.